കുടിവെള്ളക്ഷാമം അതിരൂക്ഷമാവാതിരിക്കാൻ വേണ്ടി എല്ലാ വാർഡുകളിലേക്കും കൃത്യമായിട്ടും കുടിവെള്ളം എത്തിക്കാനും നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ട് നമ്മുടെ ടാങ്കറുകളിലാണ് വെള്ളം അടിച്ചുകൊണ്ടിരുന്നത്. അത് നമ്മുടെ രാത്രിയെന്നില്ല, സമയം നോക്കിയില്ല, രാത്രി 12:30-ക്കും 1 മണിക്കും ഒക്കെ വെള്ളം കൊടുത്ത സ്ഥലങ്ങളുണ്ട്. അതൊന്ന് എഴുതി വെച്ചേക്കുന്നത് ഞാൻ ഒന്ന് വായിക്കാം. നമ്മൾ 2 ഘട്ടമായിട്ടാണ് ഈ വെള്ളം കൊടുത്തത്. അത് തന്നെ KK വനം, മാവിന്റെ മൂട്, ഗണപതിയാൻകോവിൽ, ഗാന്ധി സ്മാരകം, കോളിച്ചിറ, കൃഷ്ണപുരം, ചിലമ്പ്, നാലുമുഖം. ഇവിടെ 11-ാം തീയതി മുതൽ 13-ാം തീയതി വരെ നമ്മൾ വെള്ളം കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യ ഘട്ടം എന്ന നിലയിൽ കൊട്ടാരത്തിൽ മാത്രം 13-ാം തീയതി, അതായത് 13/4/2026 2 ടാങ്കർ 5000 ലിറ്റർ ഇതുള്ള 2 ടാങ്കറും 3000 ലിറ്റർ ഉൾപ്പെടുന്ന ഒരു ടാങ്കുമാണ് വെള്ളം കൊടുക്കാൻ നമുക്ക് സാധിച്ചത്. എല്ലാ വീടുകളിലും വെള്ളം എത്തിക്കാനും ആദ്യം ഒരു ടാങ്കർ അടിച്ചപ്പോൾ വെള്ളം തികയത്തില്ല, വീണ്ടും വെള്ളം വേണമെന്ന് പറഞ്ഞതിന്റെ ഫലമായിട്ട് വീണ്ടും ടാങ്കറിൽ വെള്ളം അടിക്കുകയും അതോടൊപ്പം തന്നെ ആ സമയം കൊണ്ട് ഒരു ടാങ്കിൽ 3000 ലിറ്ററിന്റെ ഒരു ടാങ്കിൽ വെള്ളം അടിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ മുഴുവൻ 13000 ലിറ്റർ ഒറ്റ ദിവസം നമ്മൾ കൊട്ടാരത്തിരുത്ത് വാർഡിൽ മാത്രം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 11 മുതൽ 14-ാം തീയതി വരെ ബാക്കിയുള്ള എല്ലാ വാർഡുകളിലും ആദ്യഘട്ടമായിട്ട് 8 ടാങ്കിൽ വെള്ളം കൊടുക്കുകയും 2 ടാങ്കർ വെള്ളം അടിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കുക എന്തുകൊണ്ടാണ് ഈ ടാങ്കർ എന്നുള്ള വ്യത്യാസം വരുന്നത്? ടാങ്കറിൽ വെള്ളം വരാൻ വേണ്ടി ഒരുപാട് താമസം വരും. അതായത് ടാങ്കർ ഇവിടെ വന്ന് കഴക്കൂട്ടത്ത് പോയി തിരിച്ചെടുത്തുകൊണ്ട് വരാനുള്ള ഒരു സമയം, ആ സമയത്തിനകത്ത് വെച്ച് കാത്തു നിൽക്കുന്ന ആളുകൾ പൊരിയുന്ന വെയിലത്ത് കാത്തു നിൽക്കേണ്ട എന്ന് വിചാരിച്ച് ആ സമയത്തിനകത്ത് വെച്ച്, ആ ഡിസ്റ്റൻസിനകത്ത് വെച്ച് നമ്മൾ ടാങ്കിൽ വെള്ളം അടിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പൊ കുറെ കൂടെയൊക്കെ അങ്ങ് കവർ ചെയ്ത് വരുമല്ലോ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ 8 ടാങ്കിൽ വെള്ളം അടിക്കുകയും 2 ടാങ്കറിൽ വെള്ളം അടിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊത്തം കൂടെ 5000 ലിറ്ററിന്റെയും 3000 ലിറ്ററിന്റെയും കൂടെ അടിച്ചത് 48,000 ലിറ്റർ വെള്ളമാണ് നമ്മൾ ഈ ഒരാഴ്ചക്കകത്ത് അല്ലെങ്കിൽ 2 ആഴ്ചക്കകത്ത് വെച്ച് നമ്മൾ മുഴുവനായിട്ട് അടിച്ചിരിക്കുന്നത്. ആ ഏറ്റവും കൂടുതൽ വെള്ളം കൊടുത്തത് കൊട്ടാരത്തിരുത്ത് മാടമുള്ള മേഖലയിലാണ്. 6 ടാങ്കിൽ വരെ വെള്ളം അടിച്ചിട്ടുണ്ട്. അതിന് കൃത്യമായ തെളിവ് എന്ന് പറയുന്നത് അവരുടെ പാർലമെന്ററി നേതാവ് തന്നെ ഞങ്ങൾക്ക് വോയിസ് ഇട്ട ക്ലിപ്പ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അതോടൊപ്പം തന്നെ അവർ പറയുന്ന അല്ലെങ്കിൽ അതേ മെസ്സേജ് ഇട്ടേക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾ ഇതാണ് അതിനുള്ള തെളിവ്. നിങ്ങൾ കൃത്യമായി നോക്കുമ്പോൾ അറിയാം, അദ്ദേഹത്തിന്റെ ഇതിൽ തന്നെ അയച്ചേക്കുന്ന മെസ്സേജുകളാണ്. അതായത് 6 ടാങ്കർ വീതവും 2 ടാങ്കർ വീതവും നമ്മൾ വെള്ളം അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന്റെ തെളിവുകളാണ്. അതും 5000-ന്റെയാണ് അടിച്ചു കൊടുത്തേക്കുന്നത്. 5000-ഓ 3000-ഓ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി എത്രത്തോളം വെള്ളമാണ് ഒരു വാർഡിൽ മാത്രമായിട്ട് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. എല്ലാ വാർഡ് മെമ്പർമാരും, കാരണം അവരോട് കൃത്യമായി ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ വാർഡിൽ വെള്ളമുണ്ടോ, ഏതെങ്കിലും വാർഡിൽ വെള്ളത്തിന് കുറവുണ്ടോ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. ഒരു പക്ഷേ ഒരു ഭരണസമിതി പോലും ഇത്രയും ഇനിഷ്യേറ്റീവ് എടുത്ത് കാണത്തില്ല എന്ന് 100% അഭിമാനത്തോടെ നമുക്ക് പറയാൻ പറ്റും. മുഴുവൻ ആൾക്കാർക്കും, അതായത് 18 വാർഡുകൾ അടങ്ങുന്നതാണ് അഴൂർ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത്. ആ അഴൂർ ഗ്രാമപഞ്ചായത്തിലെ 18 വാർഡുകളിൽ 5 വാർഡുകൾ ഒഴികെ ബാക്കി എല്ലാ വാർഡുകളിലും കൃത്യമായും വെള്ളം എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ 5 വാർഡിൽ എത്തിക്കാത്തതെന്ന് വെച്ചാൽ അവിടെ കൃത്യമായിട്ട് അതാത് വാർഡുകൾ കുടിവെള്ള പദ്ധതികൾ നിലവിൽ നിൽക്കുന്നത് കൊണ്ടും ആ വാർഡുകളിൽ നിന്ന് പോലും നമ്മൾ വെള്ളം എടുത്തിട്ട് കൊട്ടാരത്തിൽ എത്തിച്ചിട്ടുണ്ട്. 24,000 ലിറ്റർ വെള്ളം നമ്മുടെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ വാർഡിൽ നിന്ന് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഏപ്രിൽ ആദ്യ ആഴ്ച മുതൽ തന്നെ ആവശ്യക്കാരായിട്ടുള്ളവർക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുക്കാനായിട്ട് നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചു. പക്ഷേ ഏതാനും ചില രാഷ്ട്രീയ പാർട്ടിക്കാര് ഈ ഒരു അവസരത്തെ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ഒരു അവസരമായിട്ട് കണ്ടുകൊണ്ട് തികച്ചും തെറ്റിദ്ധാരണാജനകമായിട്ട് യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത രീതിയിലുള്ള പ്രചരണം അഴിച്ചുവിടുകയും ഒരു സാധാരണ രീതിയിലുള്ള പ്രഹസനം, രാഷ്ട്രീയ പ്രഹസനം ആകത്തക്ക രീതിയിൽ ഒരു സ്ഥിര പങ്കാളിത്തം ഇല്ലാത്ത തരത്തിലുള്ള ഒരു ധർണ, പഞ്ചായത്ത് ഓഫീസ് ധർണയൊക്കെ സംഘടിപ്പിക്കുകയും ചെയ്തു. അത് വളരെ വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചതിൻ്റെ ഫലമായിട്ട് ഭരണസമിതി വളരെ ത്യാഗപൂർണമായിട്ട് നടത്തിയ പ്രവർത്തനങ്ങളെ ലഘൂകരിച്ച് കാണാനായിട്ട് ഒരു വിഭാഗം ആൾക്കാരും ചില മാധ്യമ പ്രവർത്തകരും തയ്യാറായിരിക്കുകയാണ്. അഴൂർ പഞ്ചായത്തിലെ 30 വർഷത്തെ CPM ഭരണത്തിന് ശേഷമാണ് BJP നേതൃത്വത്തിലുള്ള ഭരണസമിതി ചുമതലയേറ്റിട്ടുള്ളത്. ആ ഭരണസമിതി പ്രവർത്തനം ഏറ്റെടുത്ത് 4 മാസം തികയുന്നതിന് മുമ്പ് തന്നെ
ഒരു ഇന്ത്യ മുന്നണിയുടെ ഒരു പരീക്ഷണമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം വളരെ ആസൂത്രിതമായിട്ട്, അതായത് തൊട്ട് തലേ ദിവസം രാത്രി 12 മണി വരെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കുടിവെള്ള വിതരണം, പ്രത്യേകിച്ചും കുടിവെള്ള ക്ഷാമം രൂക്ഷമായിട്ടുള്ള തീരദേശ മേഖലയിലെ 2 വാർഡുകളിൽ നടന്നു. അതിൽ നമ്മുടെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെ ഉള്ള BJPയുടെ പഞ്ചായത്ത് മെമ്പർമാർ പങ്കെടുത്തു. ഈ കുടിവെള്ള ക്ഷാമം രൂക്ഷമായിട്ടുള്ള തീരദേശ വാർഡുകളിലും മറ്റു ചില വാർഡുകളിലും അത് BJP മെമ്പർമാരല്ല. എന്നിട്ട് കൂടിയും രാത്രി 12 മണി വരെയും ഈ തരത്തിൽ അധ്വാനം നടത്തി അതിന്റെ അളവ് കാര്യങ്ങൾ എത്രമാത്രം കൊടുത്തു എന്നുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അറിയിക്കും. ആ ദിവസം നേരം പുലർന്നു കഴിഞ്ഞപ്പോഴാണ് ഈ തരത്തിലുള്ള പ്രഹസന സമരവുമായിട്ട് പ്രതിപക്ഷം ഒരുമിച്ച് മുന്നോട്ട് വന്നിട്ടുള്ളത് എന്നാണ് നമുക്ക് അറിയിക്കാനുള്ളത്. നേരറിയാം നാടറിയാം ന്യൂസ് പ്രാദേശികം.